സച്ചിൻ ഗോഡ് ഓഫ് ക്രിക്കറ്റ് ആയത് മികച്ച കളി കൊണ്ട് മാത്രമല്ല, സഹകളിക്കാരോടുള്ള സച്ചിന്റെ പെരുമാറ്റം അത്രയും നല്ലതായിരുന്നു. തന്നെ കളിയാക്കി പ്രകോപിച്ച താരങ്ങളോട് പോലും സച്ചിൻ മാന്യമായിട്ടാണ് പെരുമാറാറ്. ഇതുപോലെ തന്നെയാണ് സഞ്ജു സാംസണും. സഞ്ജു അത്രയ്ക്കും ഡൗൺ ടു എർത്ത് ആണ്. യാതൊരു അഹങ്കാരവും സഞ്ജുവിനില്ല. ഇപ്പോഴിതാ ഇന്നലെ സഞ്ജു ചെയ്തൊരു കാര്യം സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നലത്തെ കളിയിൽ 89 റൺസ് നേടി സഞ്ജു മാൻ ഓഫ് ദി മാച്ച് ആയി. എന്നാൽ സഞ്ജു ആ ഒരു അവാർഡ് തനിക്ക് വേണ്ടെന്നാണ് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തനിക്ക് കിട്ടിയ ഒരു മാൻ ഓഫ് ദി മാച്ച് ഒരു കളിക്കാരനും വേണ്ട എന്ന് പറയില്ല. അവർ അത് കളിച്ചു നേടിയതാണ്. എന്നാൽ സഞ്ജുവിന്റെ മാൻ ഓഫ് ദി മാച്ച് ബുംറയ്ക്കും ജേക്കബ് ബദലിനും കൊടുക്കാനാണ് സഞ്ജു ആവശ്യപ്പെട്ടത്. ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചതിൽ ബുംറയ്ക്ക് വലിയ പങ്കുണ്ട്. അത് സഞ്ജുവിന് കൃത്യമായിട്ട് മനസ്സിലായി. അതുപോലെ തന്നെ ഇംഗ്ലണ്ട് കളി തോറ്റാലും അവരുടെ ബാറ്റ്സ്മാൻ ജേക്കബ് ബദല് മികച്ച കളിയാണ് കാഴ്ചവെച്ചത്. 253 റൺസ് എടുത്തിട്ടും ഇന്ത്യ കളി ജയിച്ചത് 7 റൺസിനാണ്. അതുകൊണ്ട് ഇംഗ്ലണ്ട് വിജയിച്ചതിന് തുല്യമാണ്. ഇംഗ്ലണ്ട് ടീമിൽ ജേക്കബ് ബദൽ മാത്രമാണ് നന്നായിട്ട് കളിച്ചത്. 105 റൺസാണ് താരം ഒറ്റയ്ക്ക് നിന്ന് അടിച്ചുകൂട്ടിയത്. ഈ ഒരു 22 വയസ്സുകാരൻ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ സഞ്ജു ഈ ഒരു അവാർഡ് ബദലിനും ബുംറയ്ക്കും കൊടുക്കാൻ ആവശ്യപ്പെട്ടു. ഈ ഒരു സംഭവം കഴിഞ്ഞ് ബദൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇന്ന് കളി തോറ്റതിൽ എനിക്ക് ഒരുപാട് നിരാശയുണ്ട്. കാരണം എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാനിന്ന് പുറത്തെടുത്തു. എന്നിട്ടും കളി തോറ്റു, അതും വെറും 7 റൺസിനെ. ഇന്ന് കളി ജയിച്ചെങ്കിൽ അത് ചരിത്രമായേനെ. അതുപോലെ തന്നെ ഇന്ത്യൻ ടീമിൽ സഞ്ജു ബുംറ ഈ 2 താരങ്ങളും മികച്ച കളിയാണ് കാഴ്ചവെച്ചത്. സഞ്ജുവിൻ്റെ കളി കണ്ട് ഇൻസ്പിറേഷൻ ആയിട്ടാണ് ഞാനിന്ന് കളിച്ചത്. സഞ്ജുവിനെ പോലത്തെ ഒരു കളിക്കാരൻ എതിർ ടീമിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ കളി തോൽക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ഇതൊരു പാഠമാണ്. വരാൻ പോകുന്ന വേൾഡ് കപ്പിൽ ഇതിനേക്കാൾ മികച്ച കളി കാഴ്ചവെക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്ന് ബദൽ വ്യക്തമാക്കി. ശരിക്കും സഞ്ജുവിന്റെ നല്ല മനസ്സിനെ കൈയടിച്ചിരിക്കുകയാണ് ക്രിക്കറ്റ് ലോകം. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.